നമ്മുടെ കയ്യിലെ രണ്ട് തരം ക്ലേ ആണ് കേട്ടോ ഉള്ളത്. ഗ്രേ കളറിലുള്ള ചൈന ക്ലേ, ഇതേ നോക്കിയോ ബ്രൗൺ കളറിലുള്ള നമ്മുടെ സ്വന്തം നാച്ചുറൽ ക്ലേ. ഈ കളിമണ്ണിലെ കുറച്ച് മൺതരികൾ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് വർക്കിനൊക്കെ കൂടുതൽ അത്യുത്തമം നമ്മുടെ ചൈന ക്ലേ ആണ്. നല്ല നൈസ് ആണ് കേട്ടോ ഇത്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പാടത്ത് നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ സ്വന്തം നാച്ചുറൽ കളിമണ്ണാണ് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്നത് ഈ ശരീരഭാഗത്തിന് ഒരു മഴത്തുള്ളിയുടെ ഷേപ്പും തലയ്ക്ക് ഒരു കുഞ്ഞു കോഴിമുട്ടയുടെ ഷേപ്പും ആണ് കേട്ടോ. ഇത്രയും നാളും കയ്യിൽ കിട്ടുന്ന എന്തും കൊണ്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ രീതി. പക്ഷെ ഓരോന്നിനും അതിന്റേതായ ശൈലി ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോ ടൂള് വാങ്ങിച്ചത്. ഈ രണ്ട് തരം ക്ലേയും ഇതിന്റെ ടൂളുകൾ മേളിൽ കിടപ്പുണ്ട് കേട്ടോ. തലയൊരൽപ്പം വലുതായി പോയെന്ന് തോന്നിയോണ്ട് ജസ്റ്റ് ഒന്ന് കാർവ് ചെയ്തിട്ട് കാലിനുള്ള 4 വടിക്കഷ്ണങ്ങൾ അങ്ങ് കുത്തി വെക്കുവാണ് കേട്ടോ. പ്രകൃതി രമണീയതയൊക്കെ ഇരുട്ടി തുടങ്ങിയപ്പോഴേക്ക് ബാക്കി അവർക്ക് അകത്തിരുന്നുണ്ടായിട്ടാ. വലിയ വലിയ ആൾക്കാരെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആട്, പട്ടി, പശു. ഇതിനകത്തുനിന്ന് ആടിനെ മാറ്റിയിട്ട് വേണം മുയലിനെ ഒപ്പിച്ചെടുക്കാനായിട്ട്. മുത്ത പോലെ കണ്ണും നൂല് പോലെ പോളയും വെച്ച് ഏഡൂസ് പറഞ്ഞ ഇല പോലത്തെ ചെവിയും കൂടി അങ്ങ് വെച്ചു കൊടുക്കുവാടെ. മേല് മൊത്തം കുറച്ച് രോമങ്ങളും കൂടി അങ്ങ് വരച്ചു വെച്ചപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ആട് മുയലായോ മുയൽ പട്ടിയായോ എന്നുള്ള കാര്യം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ.